സ്വീകരിക്കും. ഇപ്പോൾ വിജയചേട്ടനും പറഞ്ഞിരുന്നു ഇത് വലിയ ഹിറ്റായാൽ മാത്രമേ അതിലേക്ക് കടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഏകദേശം ഉത്തരവായിട്ടുണ്ട്. ഹിറ്റുമായി, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. എന്നാണ് ഡേറ്റുകൾ ലോക്ക് ചെയ്ത് ഷൂട്ട് തുടങ്ങുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഞങ്ങൾക്കൊരു മണ്ഡലത്തിനെ പറ്റിയത് മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഷൂട്ട് തുടങ്ങി. അപ്പം അത് പിന്നെ ഞങ്ങൾക്ക് ശീലമാണ്. എല്ലാ കാലത്തും ആടുമായിട്ട് എവിടെ പോയാലും മഴ പെയ്യുന്നൊരവസ്ഥയായിരുന്നു. എന്നാൽ പിന്നെ ഇപ്പോൾ മഴക്കാലത്തേക്ക് മഴക്കാലം തുടങ്ങി ഒരുപാട് നഷ്ടങ്ങളും ഷെഡ്യൂൾ ബ്രേക്കുകളും എല്ലാം അത് അങ്ങനെ വന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മഴയൊന്നും ഒതുങ്ങിയിട്ട് എല്ലാവരും ഡേറ്റ് നിങ്ങൾക്ക് എപ്പം മഴ വേണമെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് വെച്ചാൽ മഴ പെയ്യുന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി കാലാവസ്ഥയുടെ ഒരു ഇതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ. തമിഴ്നാട്ടിൽ 10 വർഷമായിട്ട് മഴ പെയ്യാത്ത ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു, ഫ്രീ ആയിട്ട് ലൊക്കേഷനൊക്കെ തരാമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അത് നമ്മൾ നിങ്ങൾ കാണാം, ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കഴിഞ്ഞ ഏകദേശം 10 മാസം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അതായത് കഴിഞ്ഞ മെയ് തൊട്ടിട്ട് ജനുവരി വരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അപ്പൊ അവർക്കെല്ലാം അത്യാവശ്യം കമ്മിറ്റ്മെന്റുകൾ ഉണ്ട്. ഇപ്പൊ ജയസൂര്യ ആണെങ്കിൽ പോലും കഴിഞ്ഞ 4 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. അദ്ദേഹം പാടിന് ശേഷമാണ് 1-2 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തീർക്കണം. അത്യാവശ്യം നല്ല പ്രീ പ്രൊഡക്ഷൻ വേണ്ട ഒരു സ്ക്രിപ്റ്റാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റുകളും ഈ പറയുന്ന അതിൻ്റെ എന്തൊക്കെ ലൊക്കേഷൻസും അതിൻ്റെ പ്രീ പ്രൊഡക്ഷനും ഒക്കെ ചെയ്ത് മഴയില്ലാത്തൊരു സമയം നോക്കി ഞങ്ങളത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ഇതിന് ആ ഷൂട്ടിംഗ് സമയത്ത് സർദസ് ഷമീറിന്റെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനുള്ള സീൻ, അങ്ങനെ കുറെ സീനുകളുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് മിഥുന് ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു അനുഭവം ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കും. സിനിമ കാണുമ്പോൾ ഷൂട്ടിംഗ് തൂക്കിയ സീനുകളുടെ എല്ലാം ഉണ്ടാവും. അതിലേതായി? എനിക്ക് കൊഞ്ഞനം കുത്തുന്ന സീൻ കുറേ ദിവസമായി ഇപ്പോൾ പറയാൻ പറ്റില്ല, സ്പോയിലറാണ്. എനിവേസ് 2-3 ദിവസങ്ങളായി ഷൂട്ട് ചെയ്താണെങ്കിൽ ഞാനതിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിരുന്നു ഇതെങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം സ്ലാബ് സ്റ്റിക്ക് പീക്ക് അടുപ്പിക്കുകയാണ് നമ്മൾ കൊണ്ടുവന്നിട്ട്. ഇപ്പം അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഞാനിങ്ങനെ പറയാറുണ്ട്, വിനാചേട്ടൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇപ്പോൾ തമിഴന്മാരാരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവരുടെ സിനിമയിലെ കൊടൂര വില്ലനായ വർമ്മൻ നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് എന്തായിരിക്കും അവരുടെ മനസ്സിൽ കൂടെ എന്തായിരിക്കും. പുള്ളി തന്നെ ചിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കേട്ടോ ഇതൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ, നമ്മൾ ധൈര്യമായിട്ട് അടിച്ചു, ഇനി ഒന്നും നോക്കണ്ട. സൈജുവേട്ടനോട് ഞാൻ ഈ ഫുട്ടേജ് കാണിച്ചു കൊടുക്കും, വിനാചേട്ടൻ അസലായിട്ട് ചെയ്തിട്ടുണ്ട്, വിട്ടുകൊടുക്കരുത്. അപ്പോൾ സൈജുവേട്ടൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ആലോചിച്ച് നോക്കുക. അപ്പം ഒരു സ്ലാബ് സ്റ്റിക്ക് കോമഡി എന്ന് പറയുന്ന ഒരു സിനിമയിലെ അങ്ങനത്തെ ഒരു രംഗം അത് ഞാൻ ഒരുപാട് ആസ്വദിച്ച ഒരു രംഗമാണ്. പിന്നെ അടുത്ത ജേട്ടൻ്റെ കൗണ്ടർ ഞാൻ സ്പോയിലേഴ്സ് ആവുന്നതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് സിനിമയിലെ രംഗങ്ങൾക്കൊക്കെ ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പടനായകൻ കോമൻകുറുപ്പ് പറയാൻ പറ്റില്ല, കാരണം ഇനി ആളുകൾ കാണാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. പിന്നെ നമ്മുടെ അലയ ബോൺ, ലാറയും കസാൻഡ്രയും 2 ടൈം ലൈനുകളിൽ ആൾക്കാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആർക്കിട്ടൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാം. ആ 2 രംഗങ്ങളും ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്ന രംഗങ്ങളായിരുന്നു. അങ്ങനെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത ഒരുപാട് മൊമെന്റുകൾ. അതുപോലെ ഇന്ദ്രൻസേട്ടൻ്റെ ഒരു കുഞ്ഞ് ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്, ഒരു മിറർ ഷോട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും വളരെ കൗതുകത്തോടു കൂടിയും വളരെ ആവേശത്തോടു കൂടിയും ഒരുപാട് ചിരികളോടെയും ഷൂട്ട് ചെയ്തിട്ടുള്ള രംഗങ്ങളാണ്. പിന്നെ നമുക്ക് സ്വാഭാവികമായും ചിരി വരും. ഞാനിങ്ങനെ ഇവർ പെർഫോം ചെയ്യുമ്പം നമുക്കറിയാം ഇവരെന്താ ചെയ്യാൻ പോണെന്ന്. അതിങ്ങനെ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ കുറേ രംഗങ്ങളിൽ നമ്മൾ ചിരിച്ചുകൊണ്ടാണ് ചെയ്തത്. ഇപ്പോൾ ചിരി വന്നില്ലെങ്കിൽ ഞാൻ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കും, ഇവർ ചിരിക്കുന്നുണ്ട്. യൂണിറ്റിലെ ചേട്ടന്മാരുടെയും നമ്മുടെ ക്രെയിനിലെയും ജിബിലെ ആൾക്കാരെയൊക്കെ നോക്കിയാൽ മതി. ആ ഹ്യൂമർ അവർ കഥ അറിഞ്ഞിട്ടല്ലല്ലോ ചെയ്യുന്നത്. പെട്ടെന്ന് അവരുടെ റിയാക്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഒരു ഹ്യൂമർ വർക്കൗട്ട് ആവുമോ ഇല്ലയോ. പിന്നെ ഞാൻ സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല, കുറച്ചധികം രംഗങ്ങൾ വളരെ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. മണിയാശാന്റെ ഡയലോഗ് ഉണ്ടായിരുന്നു, അത് എഴുതി കഴിഞ്ഞ സമയത്ത് തിരിച്ചെന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഒരു പ്രശ്നം? ഇല്ല. ആട് മണ്ണിൽ നമ്മൾ ഇതുപോലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ ഈ പറയുമ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതെ. അപ്പൊ അത് തിരിച്ചൊരു കോമഡി ആയിട്ട് ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? അത് ആട് മണ്ണോടുകൂടി എൻ്റെ ആശങ്കയെല്ലാം മാറിയിരുന്നു. കാരണം പൊളിറ്റിക്കൽ സറ്റയർ നമുക്ക് പിടിക്കാം. നമ്മൾ കരുതി കൂട്ടിയ ആളുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാനായി സീരിയസ് സിനിമയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരുപാട് ചർച്ചകളും മറുചർച്ചകളും ഒക്കെ ആയിട്ട് വിവാദങ്ങളൊക്കെ വരിക. ഇത് ശുദ്ധമായ ആക്ഷേപഹാസ്യം, പൊളിറ്റിക്കൽ സറ്റയറാണ്. അത് അങ്ങനെ ഒരു സാധനം നമ്മുടെ പടത്തിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ പറഞ്ഞാൽ ശരിക്കുമെന്ന് തന്നെയായിരുന്നു. ആ സ്പിരിറ്റിൽ തന്നെ ഇന്ന് വരെ ആളുകൾ എടുത്തിട്ടുള്ളൂ. ആട് 1 മുതൽ 1-2 പേര് പേഴ്സണൽ മെസ്സേജ് ആട് 1 അയച്ചതൊഴിച്ചാൽ
ഇതുവരെയും പി ശശിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ആരും ഒരു എതിരഭിപ്രായം ഇതുവരെ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അത് പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സാത്താൻ സീനിന്റെ ഇൻട്രൊഡക്ഷനെ പറ്റി സംസാരിക്കുന്നത് പക്ഷേ നായകന് കിട്ടിയതിനേക്കാൾ ഒരു ഗംഭീരമായ ഇൻട്രൊഡക്ഷൻ ആണ് സണ്ണി വെയിന് കൊടുത്തത്. ഞാൻ പറഞ്ഞ ആ സ്പോയിലർ ഇല്ലാതെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ സെറ്റ് ചെയ്തതിനെ പറ്റി ഒന്ന് സംസാരിക്കാൻ പറ്റും. കാരണം അത് ഭയങ്കര ഹൈ ആയിരുന്നു തിയേറ്റേഴ്സിൽ. ഒരു മൂന്ന് പ്രധാനപ്പെട്ട ഹൈ മൊമെന്റ്സ് ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഉണ്ട്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്തത്? സണ്ണിച്ചന്റെ ക്യാരക്ടർ സാത്താൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കറക്റ്റ് ചെയ്യാം, ഞങ്ങളുടെ സിനിമയിൽ എല്ലാ കഥാപാത്രങ്ങളും നായകന്മാരാണ്. അപ്പം അതും ഒരു നായകൻ തന്നെയാണ്. അത് മറ്റൊരു കാര്യം. ഈ ഇൻട്രോസ് കൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ആവേശപ്പുറത്ത് ആട് വണ്ടിയിൽ അത്ര ഇൻട്രോസ് കൊടുത്തു. പിന്നെ ആട് 2 ആയപ്പോഴത്തേക്കും ഇൻട്രോസ് എനിക്കൊരു ബാധ്യതയായി. കാരണം ഓഡിയൻസ് പ്രതീക്ഷിക്കും. ആട് 3 ആകുമ്പോഴത്തേക്കും 7 14 ഇൻട്രോസ് ആയി. ലാസ്റ്റ് പടം മുഴുവൻ മറ്റേ ഇൻട്രോ മാത്രമാകും എന്നുള്ള ആശങ്ക വരെ ആടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് സെറ്റ് ചെയ്തത് സാത്താൻ സേവ്യറിന്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വൈൽഡ് കാർഡ് എന്നൊക്കെ പറയാവുന്ന ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. എല്ലാ സിനിമയിലും കുറച്ചേ വന്നിട്ടുള്ളൂ. ഇതിലാണ് സാത്താൻ സേവ്യറിനെ നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പം പിന്നെ ആട് 2 എനിക്ക് സാത്താൻ സേവ്യറിന് നല്ലൊരു എൻട്രി കൊടുക്കാൻ പറ്റില്ല. അന്ന് മഴയൊക്കെ ആയത്, ആകപ്പാട് ഇരുട്ടായി, ആകപ്പാടെ പ്രശ്നമായി. ഞങ്ങൾ വിചാരിച്ച ഒന്നും നടന്നില്ല, പെരുമഴ, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഇത്തവണ സാത്താൻ സേവ്യറിന്റെ എൻട്രി തകർക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കോൺസെപ്റ്റിലേക്ക് ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ അത് അവിടെ നമ്മുടെ ആർട്ട് ഡയറക്ടർ അനീസ് നാടോടിയും പിന്നെ നമ്മുടെ ഗണ്ണിന്റെ ടീമുകളും അവരാണ് ആ തീയും പരിപാടിയൊക്കെ ആയിട്ട് അത് പറഞ്ഞാൽ ഇനി സ്പോയിലറായി. അപ്പോൾ എന്താണെങ്കിലും ഇത്തവണ സണ്ണിച്ചിന് അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു എൻട്രി. പിന്നെ ഇത്തിരി അണ്ടർവേൾഡ് ഷെയ്ഡുള്ള ക്യാരക്ടറാണല്ലോ, പുള്ളിക്ക് അത് കൊടുക്കാം. പക്ഷെ ഷാജി പാപ്പനോ സർവത്ത് ഷമീറോ ഒന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഡ്യൂഡിന് പോലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ബാങ്കോക്കിൽ എന്തെങ്കിലും കൊടുക്കാന്നല്ലാതെ പുള്ളി അങ്ങനെ ഒരു വൻ കില്ലറായിട്ടൊന്നുമല്ലോ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ പുള്ളി എപ്പിക് ചേസുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ പുള്ളി ഇങ്ങനെ 1000 പേരെ വെട്ടിക്കുന്നു എന്നും പറഞ്ഞില്ല. ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണിക്കാവുന്ന ഒരു ധൈര്യത്തിന്റെ പുറത്താണ് സാത്താൻ സേവ്യറിന് അങ്ങനെ ഒരു എൻട്രി സെറ്റ് ചെയ്തത്. ഇതില് ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു എന്നാണ് ജയബാബു പറഞ്ഞത്. അപ്പൊ ഇതില് ഒരുപാട് ഇനി 4th വരുമ്പോൾ ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ ഡീറ്റെയിലിംഗ് ആണ് സിനിമ. ഡീറ്റെയിൽ ചെയ്ത് എന്താണ് ട്രെയിൻ ട്രാവലിന്റെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഷൂട്ട് ചെയ്തിട്ട് കുറെ കാലം കട്ട് ചെയ്ത് വേണ്ടി വന്നത് അത് 4th ഉപയോഗിക്കാൻ പറ്റില്ല, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. 4th ഉപയോഗിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും ഇദ്ദേഹം ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോം ഒക്കെ ചെയ്യുന്ന ഒരു ഡയറക്ടേഴ്സ് കട്ടിനുള്ള സാധ്യത തെളിഞ്ഞാൽ അങ്ങനെ ഒരു കട്ട് നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ അങ്ങനെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ഡയറക്ടേഴ്സ് കട്ട് എന്നൊക്കെ പറയുന്ന ഒരു കട്ട് കാണാവുന്നതാണ്. അതിലിതെല്ലാം ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇതിന് ഡ്യൂറേഷൻ പ്രശ്നമില്ല. 3.5 മണിക്കൂറായാലും ആളുകൾ ഇതിൻ്റെ ഒരു ഡയറക്ടേഴ്സ് കട്ട് കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു പോസിബിലിറ്റിയാണ് കേട്ടോ. അങ്ങനെ സിനിമകൾ വരാറുണ്ടല്ലോ, വന്നാൽ അപ്പോൾ കാണാം. 4th ഉപയോഗിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തതല്ല. അല്ല ഓപ്ഷൻ അവസരം അല്ലേ? അല്ല, ആദ്യം തിയേറ്ററിൽ റൺ കഴിയട്ടെ, അതിനുശേഷം അങ്ങനെ ഇത് നേരത്തെ അതിനെ കുറിച്ചുള്ള പോസിബിലിറ്റി പറഞ്ഞിരുന്നു. എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു വേർഷൻ പ്രാക്ടിക്കലി പോസിബിൾ ആണെങ്കിൽ ചെയ്യും. ഇത് ദൈർഘ്യം കൂടിയ കാരണം ഒരുപാട് എന്തായാലും വേണമെന്ന് വിചാരിച്ചൊരു കട്ട് ചെയ്ത് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ട്. പിന്നെ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേ നല്ല സീനുകളൊക്കെ നമ്മുടെ എഡിറ്റിംഗ് ടേബിളിൽ ചിലപ്പം അപ്രത്യക്ഷമാവും. അതിൽ എനിക്ക് ആദ്യത്തെ സിനിമയിൽ ഭയങ്കര വിഷമമാണ്. ഇദ്ദേഹമൊക്കെ പറഞ്ഞിട്ട് അത് ട്രിം ചെയ്യാൻ തൊടാൻ പറ്റില്ല എൻ്റെ പടത്തിൽ എന്നൊക്കെ പറഞ്ഞ ആളാണ് ഞാൻ. പിന്നീട് നമുക്ക് നല്ല സീൻ മോശം സീൻ എന്നില്ല. കാരണം കഥ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ള ഒരൊറ്റ ടാർഗറ്റിലേക്ക് നമ്മൾ ലോക്കാവും. അപ്പോൾ ഒരുപാട് സീനുകൾ ഇങ്ങനെ ചിലപ്പം പോയിക്കൊണ്ടേയിരിക്കും. അത് പക്ഷെ നമ്മൾ സ്ക്രിപ്റ്റിൽ വരുമ്പം വായിച്ചു പോകുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും. വിഷ്വലി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര വേണമെന്ന് വരില്ല. അത് 2ാമത്തെ 3ാമത്തെ സിനിമയൊക്കെ ആയപ്പോഴും നമ്മൾ ആ ലോജിക്ക് നമുക്ക് അല്ലെങ്കിൽ ആ ഫ്ലോയെ കുറിച്ച് നമ്മൾ ബോധേഡാവുന്നത്. അപ്പം ഇതിൽ മാറ്റി വെച്ചിരിക്കുന്ന സീനുകൾ അടുത്തതിലേക്ക് വരില്ല. പക്ഷെ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കതെല്ലാം കാണാവുന്നതാണ്.